मेरे बाबा तुझे याद करूं. ഓം ശാന്തി. 12/1/21 ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, പഠനത്തിൻ്റെയും ദൈവിക ക്യാരക്ടേഴ്സിൻ്റെയും രജിസ്റ്റർ വയ്ക്കൂ. എന്നിൽ നിന്നും ഏതെങ്കിലും തെറ്റുണ്ടായില്ലല്ലോ എന്ന് ദിവസവും പരിശോധിക്കൂ. ചോദ്യം: കുട്ടികളായ നിങ്ങൾക്ക് ഏത് പുരുഷാർത്ഥത്തിലൂടെയാണ് രാജപദത്തിൻ്റെ തിലകം പ്രാപ്തമാക്കുവാൻ സാധിക്കുന്നത്? ഉത്തരം: സദാ ആജ്ഞാകാരിയായി ഇരിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യൂ. സംഗമത്തിൽ ആജ്ഞാനുവർത്തിയുടെ തിലകം അണിയിക്കൂ, എങ്കിൽ രാജപദത്തിൻ്റെ തിലകം ലഭിക്കും. വിശ്വസ്തർ അല്ലാത്തവർക്ക്, അതായത് ആജ്ഞ അംഗീകരിക്കാത്തവർക്ക് രാജപദത്തിൻ്റെ തിലകം പ്രാപ്തമാവുക സാധ്യമല്ല. ഏതെങ്കിലും രോഗം സർജനിൽ നിന്നും ഒളിപ്പിക്കാതിരിക്കൂ. ഒളിപ്പിക്കുകയാണെങ്കിൽ പദവി കുറഞ്ഞു പോകും. ബാബയെ പോലെ സ്നേഹത്തിൻ്റെ സാഗരമാകൂ, എങ്കിൽ രാജപദത്തിൻ്റെ തിലകം ലഭിക്കും. ഓം ശാന്തി. ആത്മീയ അച്ഛൻ ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. പഠനം എന്നാൽ വിവേകം. കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഈ പഠനം വളരെ സഹജവും വളരെ ഉയർന്നതുമാണ്, വളരെ ഉയർന്ന പദവി നൽകുന്നതുമാണ്. ഇത് കേവലം കുട്ടികളായ നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. ഈ പഠനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വത്തിൻ്റെ അധികാരിയാകുവാനാണ്. അപ്പോൾ പഠിക്കുന്നവർക്ക് വളരെയധികം സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. എത്ര ഉയർന്ന പഠനമാണ് ഇത്! അതേ ഗീത എപ്പിസോഡുമാണ്, സംഗമയുഗവുമാണ്. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ ഉണർന്നിരിക്കുന്നു, ബാക്കി എല്ലാവരും ഉറങ്ങിക്കിടക്കുകയാണ്. മായയുടെ നിദ്രയിൽ ഉറങ്ങിക്കിടക്കുന്നു എന്ന് പാടപ്പെട്ടിട്ടുമുണ്ട്. നിങ്ങളെ ബാബ വന്ന് ഉണർത്തിയിരിക്കുന്നു. കേവലം ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കിച്ചു തരുന്നു. മധുരമായ കുട്ടികളെ, ഓർമ്മയുടെ യാത്രയുടെ ബലത്തിലൂടെ നിങ്ങൾ മുഴുവൻ വിശ്വത്തിൻ്റെ മേലും രാജ്യം ഭരിക്കൂ. കഴിഞ്ഞ കൽപ്പത്തിൽ ചെയ്തതുപോലെ ഈ സ്മൃതി ബാബ വരുത്തുന്നു. കുട്ടികളും മനസ്സിലാക്കുന്നുണ്ട്, നമുക്ക് സ്മൃതി വന്നു കഴിഞ്ഞു. കൽപ്പകൽപ്പങ്ങളിൽ നമ്മൾ ഈ യോഗബലത്തിലൂടെ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. പിന്നെ ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്തിരിക്കുന്നു. യോഗത്തിന്മേൽ തന്നെയാണ് പൂർണ്ണ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഈ യോഗബലത്തിലൂടെ കുട്ടികളായ നിങ്ങളിൽ ഓട്ടോമാറ്റിക്കലി ദൈവിക ഗുണങ്ങൾ വന്നു ചേരുന്നു. തീർച്ചയായും ഈ പരീക്ഷ തന്നെ മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിൻ്റേതാണ്. ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്നത് യോഗബലത്തിലൂടെ മനുഷ്യനിൽ നിന്നും ദേവത ആകുന്നതിനു വേണ്ടിയാണ്. നമ്മുടെ യോഗബലത്തിലൂടെ മുഴുവൻ വിശ്വവും പവിത്രമാകേണ്ടതുണ്ട് എന്നതും അറിയുന്നുണ്ട്. പവിത്രമായിരുന്നു, ഇപ്പോൾ അപവിത്രമായിരിക്കുന്നു. മുഴുവൻ ചക്രത്തിൻ്റെ രഹസ്യം കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കി ഹൃദയത്തിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു. ആരെങ്കിലും പുതിയവരാണെങ്കിൽ കൂടി ഈ കാര്യങ്ങൾ വളരെ സഹജമായി മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ ദേവതമാർ പൂജ്യരായിരുന്നു, പിന്നീട് പൂജാരിയും തമോ പ്രധാനവുമായി. മറ്റാർക്കും ഇങ്ങനെ പറഞ്ഞു തരുവാൻ സാധിക്കില്ല. ബാബ ക്ലിയറായി പറഞ്ഞു തരുന്നു, അതാണ് ഭക്തിമാർഗം, ഇതാണ് ജ്ഞാനമാർഗം. ഭക്തി പാസ്റ്റായി കഴിഞ്ഞു. പാസ്റ്റിലെ കാര്യം ചിന്തിക്കേണ്ടതില്ല. അതാകട്ടെ വീഴുന്നതിൻ്റെ കാര്യമാണ്. ബാബ ഇപ്പോൾ കയറുന്നതിൻ്റെ
കാര്യങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികൾക്കും അറിയാം, നമുക്ക് തീർച്ചയായും ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യേണ്ടതുണ്ട്. ദിവസവും ചാർട്ട് എഴുതേണ്ടതാണ്. നമ്മൾ എത്ര സമയം ഓർമ്മയിലിരിക്കുന്നുണ്ട്? നമ്മളിൽ നിന്നും എന്തെല്ലാം തെറ്റുകളുണ്ടായി? തെറ്റിൻ്റെ വലിയ മുറിവും ഏൽക്കുന്നു. ആ പഠനത്തിലും ക്യാരക്ടേഴ്സ് നോക്കാറുണ്ട്. ഇതിലും ക്യാരക്ടർ നോക്കുന്നു. ബാബ നിങ്ങളുടെ മംഗളത്തിന് വേണ്ടി തന്നെയാണ് പറയുന്നത്. അതിലും പഠനത്തിൻ്റെയും ക്യാരക്ടറിൻ്റെയും രജിസ്റ്റർ വയ്ക്കുന്നു. ഇവിടെയും കുട്ടികൾ ദൈവിക ക്യാരക്ടേഴ്സ് ഉണ്ടാക്കണം. തെറ്റ് പറ്റാതിരിക്കണം. ഈ ശ്രദ്ധ വയ്ക്കണം. എന്നിൽ നിന്നും എന്തെങ്കിലും തെറ്റുണ്ടായോ? അതിനാൽ കച്ചേരിയും കൂടുന്നു. മറ്റൊരു സ്കൂളിലും കച്ചേരി കൂടുന്നില്ല. തൻ്റെ ഹൃദയത്തോട് ചോദിക്കണം. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, മായ കാരണം എന്തെങ്കിലുമൊക്കെ അവജ്ഞകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. തുടക്കത്തിലും കച്ചേരി കൂടുമായിരുന്നു. കുട്ടികൾ സത്യം പറയുമായിരുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. അഥവാ സത്യം പറഞ്ഞില്ല എങ്കിൽ ആ തെറ്റുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. തലകീഴായതിൻ്റെയും തെറ്റിൻ്റെയും ശിക്ഷകൾ ലഭിക്കുന്നു. തെറ്റ് കേൾപ്പിക്കാത്തതിലൂടെ പിന്നെ ആജ്ഞ അനുസരിക്കാത്തവർ എന്ന തിലകം പതിയുന്നു. പിന്നെ രാജപദത്തിൻ്റെ തിലകം ലഭിക്കുക സാധ്യമല്ല. ആജ്ഞ മാനിക്കുന്നില്ല എങ്കിൽ, വിശ്വസ്തര അല്ലാത്തവരാകുന്നു എങ്കിൽ രാജപദം നേടുവാൻ സാധിക്കില്ല. സർജൻ പല പല പ്രകാരത്തിൽ മനസ്സിലാക്കിച്ചു തരുന്നു. സർജനിൽ നിന്നും അഥവാ രോഗം ഒളിപ്പിക്കുകയാണ് എങ്കിൽ പദവിയും കുറഞ്ഞു പോകും. സർജനെ കേൾപ്പിക്കുന്നതിലൂടെ അടികൊള്ളേണ്ടി വരികയില്ലല്ലോ. ബാബ കേവലം പറയുന്നു ജാഗ്രത. പിന്നെ അഥവാ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ നഷ്ടമുണ്ടാകും. പദവി വളരെയധികം കുറഞ്ഞു പോകും. അവിടെയാണെങ്കിൽ നാച്ചുറൽ ദേവതാ പെരുമാറ്റമുണ്ടായിരിക്കും. ഇവിടെ പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. അടിക്കടി ഫെയിലായി പോകരുത്. ബാബ പറയുന്നു, കുട്ടികളെ കൂടുതൽ തെറ്റുകൾ ചെയ്യരുത്. ബാബ വളരെയധികം സ്നേഹത്തിൻ്റെ സാഗരമാണ്. കുട്ടികളും ആകണം. ഏതുപോലെ ബാബ അതുപോലെ കുട്ടികൾ. യഥാ രാജാ റാണി തഥാ പ്രജ. ബാബയാണെങ്കിൽ രാജാവല്ല. നിങ്ങൾക്കറിയാം, ബാബ നമ്മളെ തനിക്ക് സമാനമാക്കി മാറ്റുന്നു. ബാബയുടെ ഏതൊരു മഹിമയാണോ ചെയ്യുന്നത് അത് നിങ്ങളുടേതുമാകണം. ബാബയ്ക്ക് സമാനമാകണം. മായ വളരെ പ്രബലമാണ്. നിങ്ങളെ രജിസ്റ്റർ വയ്ക്കുവാൻ അനുവദിക്കുന്നില്ല. മായയുടെ നഖങ്ങളിൽ പൂർണ്ണമായും അകപ്പെട്ടിരിക്കുന്നു. മായയുടെ ജയിലിൽ നിന്നും നിങ്ങൾക്ക് ഇറങ്ങുവാൻ സാധിക്കുന്നില്ല. സത്യം പറയുന്നില്ല. അപ്പോൾ ബാബ പറയുന്നു, ആക്യുറേറ്റായി ഓർമ്മയുടെ ചാർട്ട് വയ്ക്കൂ. രാവിലെ എഴുന്നേറ്റ് ബാബയെ ഓർമ്മിക്കൂ. ബാബയുടെ തന്നെ മഹിമ ചെയ്യൂ. ബാബ, അങ്ങ് നമ്മളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. അപ്പോൾ നമ്മൾ അങ്ങയുടെ മഹിമ ചെയ്യും. ഭക്തിമാർഗത്തിൽ എത്ര മഹിമകൾ പാടുന്നു. അവർക്കാണെങ്കിൽ ഒന്നും അറിയില്ല. ദേവതമാർക്ക് മഹിമയില്ല. മഹിമ ബ്രാഹ്മണരായ നിങ്ങളുടേതാണ്. സർവർക്കും സദ്ഗതി നൽകുന്നവനും ഒരു ബാബയാണ്. ആ ഒന്ന് ക്രിയേറ്ററുമാണ്, ഡയറക്ടറുമാണ്. സർവീസും ചെയ്യുന്നു. കുട്ടികളെ മനസ്സിലാക്കിക്കുകയും ചെയ്യുന്നു. പ്രാക്ടിക്കലിൽ പറയുന്നു. അവരാണെങ്കിൽ കേവലം ശാസ്ത്രങ്ങളിൽ നിന്നും ഭഗവാനുവാച കേട്ടുകൊണ്ടിരിക്കുന്നു. ഗീത പഠിച്ചു വരുന്നു. പിന്നെ അതിലൂടെ ലഭിക്കുന്നതെന്താണ്? എത്ര സ്നേഹത്തോടെ ഇരുന്ന് പഠിക്കുന്നു, ഭക്തി ചെയ്യുന്നു. ഇതിലൂടെ എന്തുണ്ടാകും?
എന്ന് അറിയില്ല. നമ്മൾ പടികൾ താഴേക്ക് തന്നെയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നറിയുന്നില്ല. ദിനം പ്രതിദിനം തമോ പ്രധാനം ആവുക തന്നെ വേണം. ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളത് തന്നെ ഇങ്ങനെയാണ്. ഈ ഏണിപ്പടിയുടെ രഹസ്യം ബാബയ്ക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കിക്കുവാൻ സാധിക്കില്ല. ശിവ് ബാബ തന്നെയാണ് ബ്രഹ്മാവിലൂടെ മനസ്സിലാക്കിക്കുന്നത്. ഇദ്ദേഹവും ഈ ഒന്നിലൂടെ മനസ്സിലാക്കി, അതായത് ശിവ് ബാബയിൽ നിന്നും മനസ്സിലാക്കി പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. മുഖ്യമായ വലിയ ടീച്ചർ, വലിയ സർജൻ ബാബ തന്നെയാണ്. ആ ഒന്നിനെ തന്നെയാണ് ഓർമ്മിക്കേണ്ടത്. ബ്രാഹ്മണിയെ ഓർമ്മിക്കൂ എന്നൊന്നും പറയുന്നില്ല. ഒന്നിൻ്റെ ഓർമ്മ തന്നെയാണ് വെക്കേണ്ടത്. ഒരിക്കലും ആരോടും മോഹം വെക്കരുത്. ഒരു ബാബയിൽ നിന്ന് തന്നെ ശിക്ഷണം എടുക്കണം, നിർമോഹിയും ആകണം. ഇതിൽ വലിയ പ്രയത്നം ആവശ്യമാണ്. മുഴുവൻ പഴയ ലോകത്തോടും വൈരാഗ്യം. ഇത് സമാപ്തമായി കഴിഞ്ഞു. ഇതിനോട് സ്നേഹവും ആസക്തിയും ഒന്നുമില്ല. എത്ര വലിയ വലിയ കെട്ടിടങ്ങളും മറ്റും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പഴയ ലോകം ഇനി എത്ര സമയമുണ്ട് എന്നതും അവർക്കറിയില്ല. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ ഉണർന്ന് മറ്റുള്ളവരെയും ഉണർത്തുകയാണ്. ബാബ ആത്മാക്കളെ തന്നെയാണ് ഉണർത്തുന്നത്. അടിക്കടി പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ശരീരമാണ് എന്ന് മനസ്സിലാക്കി ഉറങ്ങിക്കിടക്കുന്നത് പോലെയായിരുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ബാബയെ ഓർമ്മിക്കൂ. ആത്മാവ് പതീതമാണെങ്കിൽ ശരീരവും പതീതമായത് ലഭിക്കുന്നു. ആത്മാവ് പാവനമാണെങ്കിൽ ശരീരവും പാവനമായത് ലഭിക്കും. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ തന്നെയാണ് ഈ ദേവി ദേവതാ കുലത്തിലേതായിരുന്നത്. വീണ്ടും നിങ്ങൾ തന്നെ ആയി മാറും. എത്ര സഹജമാണ്. ഇങ്ങനെയുള്ള പരിധിയില്ലാത്ത പിതാവിനെ നമ്മൾ എന്തുകൊണ്ട് ഓർമ്മിക്കുകയില്ല? രാവിലെ എഴുന്നേറ്റും ബാബയെ ഓർമ്മിക്കൂ. ബാബ അങ്ങയുടെ അത്ഭുതമാണ്. താങ്കൾ നമ്മളെ എത്ര ഉയർന്ന് ദേവീ ദേവന്മാരാക്കി പിന്നെ നിർവാണധാമത്തിലിരിക്കുന്നു. ഇത്രയും ഉയർന്നതാക്കി മാറ്റുവാൻ ആർക്കും സാധിക്കില്ല. താങ്കൾ എത്ര സഹജമാക്കി പറഞ്ഞു തരുന്നു. ബാബ പറയുന്നു, എത്ര ടൈം ലഭിക്കുമോ കാര്യവ്യവഹാരങ്ങൾ ചെയ്യുമ്പോഴും ബാബയെ ഓർമ്മിക്കുവാൻ സാധിക്കും. ഓർമ്മ തന്നെയാണ് നിങ്ങളുടെ തോണിയെ അക്കരെ എത്തിക്കുന്നത്. അതായത് കലിയുഗത്തിൽ നിന്നും അക്കരെ ശിവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ശിവാലയത്തെയും ഓർമ്മിക്കണം. ശിവ് ബാബ സ്ഥാപിച്ച സ്വർഗം. അപ്പോൾ രണ്ടിൻ്റെയും ഓർമ്മ വരുന്നു. ശിവ് ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നമ്മൾ സ്വർഗത്തിൻ്റെ അധികാരിയാകും. ഈ പഠനം തന്നെ പുതിയ ലോകത്തിലേക്ക് വേണ്ടിയാണ്. ബാബയും പുതിയ ലോകം സ്ഥാപിക്കുവാൻ വരുന്നു. തീർച്ചയായും ബാബ വന്ന് ഏതെങ്കിലും കർത്തവ്യം ചെയ്യുമല്ലോ. നിങ്ങൾ കാണുന്നുമുണ്ട്, ഞാൻ പാർട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ഡ്രാമ പ്ലാൻ അനുസരിച്ച്. കുട്ടികളായ നിങ്ങൾക്ക് 5000 വർഷം മുമ്പുള്ള ഓർമ്മയുടെ യാത്രയും ആദ്യ മധ്യ അന്ത്യത്തിൻ്റെ രഹസ്യവും പറഞ്ഞു തരുന്നു. നിങ്ങൾക്കറിയാം, ഓരോ 5000 വർഷത്തിനു ശേഷവും ബാബ നമ്മുടെ മുന്നിൽ വരുന്നു. ആത്മാവ് തന്നെയാണ് സംസാരിക്കുന്നത്. ശരീരം സംസാരിക്കുകയില്ല. ബാബ കുട്ടികൾക്ക് ശിക്ഷണം നൽകുന്നു. ആത്മാവിനെ തന്നെയാണ് പ്യോർ ആക്കേണ്ടത്. ആത്മാവിന് ഒരു തവണ തന്നെയാണ് പ്യോർ ആകേണ്ടത്. ബാബ പറയുന്നു, ഞാൻ അനേകം തവണ നിങ്ങളെ പഠിപ്പിച്ചു, വീണ്ടും പഠിപ്പിക്കും. ഇങ്ങനെ ഏതെങ്കിലും സന്യാസിക്ക് പറയുവാൻ സാധിക്കില്ല. ബാബ തന്നെയാണ് പറയുന്നത്, കുട്ടികളെ ഞാൻ ഡ്രാമയുടെ പ്ലാൻ അനുസരിച്ച് പഠിപ്പിക്കുവാൻ വന്നിരിക്കുന്നു. വീണ്ടും 5000 വർഷത്തിനു ശേഷം
ഇതേപോലെ തന്നെ വന്ന് പഠിപ്പിക്കും. എങ്ങനെയാണോ കഴിഞ്ഞ കൽപ്പത്തിലും നിങ്ങളെ പഠിപ്പിച്ച് രാജധാനി സ്ഥാപിച്ചിരുന്നത്, അനേകം തവണ നിങ്ങളെ പഠിപ്പിച്ച് രാജധാനി സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് എത്ര വണ്ടർഫുൾ കാര്യങ്ങളാണ് ബാബ മനസ്സിലാക്കിച്ചു തരുന്നത്. ശ്രീമത് എത്ര ശ്രേഷ്ഠമാണ്. ശ്രീമത്തിലൂടെ തന്നെയാണ് നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നത്. വളരെ വളരെ വലിയ പദവിയാണ്. ചിലർക്കാണെങ്കിൽ വലിയ ലോട്ടറി ലഭിക്കുമ്പോൾ ബുദ്ധി കേടാകുന്നു. ചിലർ നടന്ന് നടന്ന് ഹോപ്പ്ലെസ് ആയി പോകുന്നു. നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നില്ല. നമ്മൾ വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം എങ്ങനെ നേടും? കുട്ടികളായ നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. ബാബ പറയുന്നു, അതീന്ദ്രിയ സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാര്യങ്ങൾ എൻ്റെ കുട്ടികളോട് ചോദിക്കൂ. നിങ്ങൾ എല്ലാവരെയും സന്തോഷത്തിൻ്റെ കാര്യങ്ങൾ കേൾപ്പിക്കുവാനായി പോകുന്നു. നിങ്ങൾ തന്നെയാണ് വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നത്. പിന്നെ 84 ജന്മങ്ങൾ അനുഭവിച്ച് അടിമയായി. ഞാൻ അടിമയാണ്, ഞാൻ നിന്റെ അടിമയാണ് എന്ന് പാടുന്നുമുണ്ട്. സ്വയം താഴ്ന്നതായി പറയുകയും ചെറിയവരായി നടക്കുകയും ചെയ്യുന്നത് നല്ലതാണ് എന്ന് മനസ്സിലാക്കുന്നു. നോക്കൂ, ബാബ ആരാണ്? ആ ഒന്നിനെ ആരും അറിയുന്നില്ല. ആ ഒന്നിനെ കേവലം നിങ്ങളാണ് അറിഞ്ഞത്. ബാബ എങ്ങനെയാണ് വന്ന് എല്ലാവരെയും കുട്ടി കുട്ടി എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നത്? ഇത് ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും മേളയാണ്. ആ ഒന്നിലൂടെ നമുക്ക് സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദം ലഭിക്കുന്നു. ബാക്കി ഗംഗാസ്നാനവും മറ്റും ചെയ്യുന്നതിലൂടെ സ്വർഗത്തിൻ്റെ രാജപദമൊന്നും ലഭിക്കുന്നില്ല. ഗംഗാസ്നാനം വളരെ തവണ ചെയ്തു. അല്ലെങ്കിൽ തന്നെ ജലം സാഗരത്തിൽ നിന്നാണ് വരുന്നത്. എന്നാൽ ഈ മഴ എങ്ങനെയാണ് പെയ്യുന്നത്? ഇതിനെ പ്രകൃതിയാ ഉള്ളത് എന്ന് പറയും. ഈ സമയം ബാബ നിങ്ങൾക്ക് സർവ്വതും മനസ്സിലാക്കിച്ചു തരുന്നു. ധാരണയും ആത്മാവ് തന്നെയാണ് ചെയ്യുന്നത്, ശരീരമല്ല. നിങ്ങൾ ഫീൽ ചെയ്യുന്നു. തീർച്ചയായും ബാബ നമ്മളെ എന്തിൽ നിന്നും എന്താക്കി മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, കുട്ടികളെ, തൻ്റെ മേൽ ദയവ് കാണിക്കൂ. ഒരു അവജ്ഞയും ചെയ്യാതിരിക്കൂ. ദേഹാഭിമാനി ആകരുത്. വെറുതെ തൻ്റെ പദം കുറയ്ക്കും. ടീച്ചർ മനസ്സിലാക്കിക്കുമല്ലോ. നിങ്ങൾക്കറിയാം, ബാബ പരിധിയില്ലാത്ത ടീച്ചറാണ്. ലോകത്തിൽ എത്ര അനേകം ഭാഷകളുണ്ട്. ഏതെങ്കിലും വസ്തു അച്ചടിക്കുന്നു എങ്കിൽ എല്ലാ ഭാഷകളിലും അച്ചടിക്കേണ്ടതാണ്. ഏതെങ്കിലും ലിറ്ററേച്ചർ അച്ചടിക്കുന്നു എങ്കിൽ എല്ലാവർക്കും ഓരോരോ കോപ്പി അയച്ചു കൊടുക്കൂ. ഓരോരോ കോപ്പി ലൈബ്രറിയിലും അയച്ചു കൊടുക്കണം. ചിലവിൻ്റെ കാര്യമില്ല. ബാബയുടെ ഭണ്ഡാര വളരെയധികം നിറയും. ധനം തൻ്റെ പക്കൽ വെച്ചിട്ട് എന്തു ചെയ്യുവാനാണ്? വീട്ടിലേക്ക് കൊണ്ടുപോവുകയില്ലല്ലോ. അഥവാ എന്തെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ പരമാത്മാവിൻ്റെ യജ്ഞത്തിൽ നിന്നുള്ള മോഷണമായി പോകും. മാപ്പ് മാപ്പ്, ഇങ്ങനെയുള്ള ബുദ്ധി ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. പരമാത്മാവിൻ്റെ യജ്ഞത്തിൽ നിന്നും മോഷണം. അവരെ പോലെ മഹാപാപിയായ ആത്മാവ് മറ്റൊന്നുണ്ടാവുകയില്ല. എത്ര അധമഗതി ഉണ്ടായി പോകുന്നു. ബാബ പറയുന്നു, ഇതെല്ലാം ഡ്രാമയിലെ പാർട്ടാണ്. നിങ്ങൾ രാജ്യം ഭരിക്കും. അവർ നിങ്ങളുടെ സെർവൻ്റ് ആകും. സെർവൻ്റ് ഇല്ലാതെ രാജധാനി എങ്ങനെ നടക്കും? കഴിഞ്ഞ കൽപ്പത്തിലും ഇങ്ങനെ തന്നെയാണ് സ്ഥാപനം ഉണ്ടായത്. ഇപ്പോൾ ബാബ പറയുന്നു, തൻ്റെ മംഗളം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശ്രീമത്ത് അനുസരിച്ച് നടക്കൂ. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യൂ. ക്രോധിക്കുന്നത് ദൈവിക ഗുണമല്ല, അത് ആസുരീയ ഗുണമാകുന്നു.
ആരെങ്കിലും ക്രോധിക്കുകയാണ് എങ്കിൽ മിണ്ടാതിരിക്കണം. റെസ്പോണ്ട് ചെയ്യുവാൻ പാടില്ല, അതായത് പ്രതികരിക്കുവാൻ പാടില്ല. ഓരോരുത്തരുടെയും പെരുമാറ്റത്തിലൂടെ അറിയുവാൻ സാധിക്കും. അവഗുണങ്ങൾ എല്ലാവരിലുമുണ്ട്. ആരെങ്കിലും ദേഷ്യപ്പെടുകയാണ് എങ്കിൽ അവരുടെ മുഖം ചെമ്പ് പോലെയാകുന്നു. മുഖത്തു നിന്നും ബോംബ് വർഷിക്കുന്നു. തൻ്റെ തന്നെ നഷ്ടമുണ്ടാക്കുന്നു. പദവി ഭ്രഷ്ടമായി പോകും. വിവേകം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ബാബ പറയുന്നു, എന്ത് പാപകർമ്മം ചെയ്യുന്നുവോ അത് എഴുതൂ. ബാബയോട് പറയുന്നതിലൂടെ മാപ്പുണ്ടാകും. ഭാരം ലഘൂകരിക്കപ്പെടും. ജന്മജന്മാന്തരങ്ങളായി നിങ്ങൾ വികാരത്തിൽ പോകുവാൻ തുടങ്ങി. ഈ സമയത്ത് നിങ്ങൾ ഏതെങ്കിലും പാപകർമ്മം ചെയ്യുകയാണ് എങ്കിൽ 100 ഇരട്ടിയായി പോകും. ബാബയുടെ മുന്നിൽ തെറ്റ് ചെയ്തു എങ്കിൽ 100 ഇരട്ടി ശിക്ഷയുണ്ടാകും. ചെയ്തിട്ട് പറയാതിരിക്കുകയാണ് എങ്കിൽ കൂടുതൽ വർദ്ധിക്കും. ബാബ മനസ്സിലാക്കിച്ചു തരും. സ്വയം നഷ്ടം വരുത്താതിരിക്കൂ. ബാബ കുട്ടികളുടെ ബുദ്ധിയെ ശ്രേഷ്ഠം അല്ലെങ്കിൽ നല്ലതാക്കുവാൻ വന്നിരിക്കുന്നു. ഇവർ എങ്ങനെയുള്ള പദവി നേടും എന്നത് അറിയുന്നുണ്ട്. അതും 21 ജന്മത്തെ കാര്യമാണ്. ആരാണോ സർവീസബിളായ കുട്ടികൾ അവരുടെ സ്വഭാവം വളരെ മധുരമായിരിക്കണം. ചിലർ ബാബയോട് ഉടൻ പറയും, ബാബ ഈ തെറ്റ് സംഭവിച്ചു. ബാബ സന്തോഷിക്കുന്നു. ഭഗവാൻ സന്തോഷിച്ചു എങ്കിൽ മറ്റെന്താണ് വേണ്ടത്? ഇതാണെങ്കിൽ അച്ഛനും ടീച്ചറും ഗുരുവും 3 ഇല്ലെങ്കിൽ, അതായത് ബാബയോട് തെറ്റ് പറഞ്ഞില്ലെങ്കിൽ 3 പേരും അതൃപ്തമാകും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ശ്രീമത് അനുസരിച്ച് നടന്ന് തൻ്റെ ബുദ്ധിയെ ശ്രേഷ്ഠമാക്കി വെക്കണം. ഏതെങ്കിലും അവജ്ഞ ചെയ്യരുത്. ക്രോധത്തിൽ വന്ന് മുഖത്തിൽ നിന്നും ബോംബ് വർഷിക്കരുത്. മിണ്ടാതെ ഇരിക്കണം. ഹൃദയപൂർവം ഒരു ബാബയുടെ മഹിമ ചെയ്യണം. ഈ പഴയ ലോകത്തോട് ആസക്തിയും സ്നേഹവും വെക്കരുത്. പരിധിയില്ലാത്ത വൈരാഗിയും നിർമോഹിയുമാകണം. വരദാനം: തൻ്റെ അവ്യക്ത ശാന്ത സ്വരൂപത്തിലൂടെ അന്തരീക്ഷത്തെ അവ്യക്തമാക്കി മാറ്റുന്ന സാക്ഷാത് മൂർത്തിയായി ഭവിക്കട്ടെ. സേവനങ്ങളുടെ മറ്റു പ്രോഗ്രാമുകൾ തയ്യാറാക്കുന്നത് പോലെ രാവിലെ മുതൽ രാത്രി വരെ ഓർമ്മയുടെ യാത്രയിൽ എങ്ങനെ എപ്പോൾ ഇരിക്കും എന്നതിൻ്റെയും പ്രോഗ്രാം തയ്യാറാക്കൂ. ഇടയ്ക്കിടയ്ക്ക് 2-3 മിനിറ്റ് സങ്കല്പങ്ങളുടെ ട്രാഫിക്കിനെ സ്റ്റോപ്പ് ചെയ്യൂ. ആരെങ്കിലും വ്യക്തഭാവത്തിൽ കൂടുതലായി കാണപ്പെടുന്നുവെങ്കിൽ അവരോട് പറയാതെ തന്നെ തൻ്റെ അവ്യക്ത ശാന്ത രൂപം ധാരണ ചെയ്യൂ. അതിലൂടെ അവരും സൂചനയിലൂടെ മനസ്സിലാക്കട്ടെ. ഇതിലൂടെ അന്തരീക്ഷം അവ്യക്തമായിരിക്കും. അനുപമമായ അവസ്ഥ കാണപ്പെടും. താങ്കൾ സാക്ഷാത്കാരം ചെയ്യിക്കുന്ന സാക്ഷാത് മൂർത്തിയായി മാറുകയും ചെയ്യും. സ്ലോഗൻ: സമ്പൂർണ്ണ സത്യത തന്നെയാണ് പവിത്രതയുടെ ആധാരം. ഞാൻ ശാന്തസ്വരൂപ ആത്മാവാണ്. ശാന്തത എൻ്റെ നൈസർഗിക
ഗുണമാണ്. ഈ ശാന്തസ്വരൂപ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയുടെ ഒരു പ്രഭാവലയം എനിക്ക് ചുറ്റും സൃഷ്ടിക്കപ്പെടുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെ പ്രകാശവീചികൾ നാനാ ദിശകളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ അഗാധ തലങ്ങളിൽ എത്തിച്ചേരവേ അലൗകികമായ ആത്മസംതൃപ്തിയുടെ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ആത്മാനുഭൂതിയുടെ ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശിവബാബയുടെ ദിവ്യ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടുന്നു. ജ്ഞാന സൂര്യനായ ശിവബാബയിൽ നിന്നും ദിവ്യ പ്രകാശകിരണങ്ങൾ ദിവ്യ ബുദ്ധിയിലൂടെ ഞാൻ ഗ്രഹിക്കുന്നു. ശാന്തിയുടെയും പവിത്രതയുടെയും ശക്തി എന്നിൽ നിറയുന്നു. ശാന്തിയുടെയും പവിത്രതയുടെയും ഈ ദിവ്യപ്രകാശം സ്വീകരിച്ച് ഞാൻ വിശ്വത്തിലെ ആത്മാക്കൾക്ക് ദാനം ചെയ്യുന്നു. ഈ ദിവ്യപ്രകാശം സമസ്ത വിശ്വത്തിലെ ആത്മാക്കളെയും സ്പർശിക്കുമ്പോൾ അവരും ശാന്ത സ്വരൂപ അവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നു. ശാന്തിയുടെ സാഗരമായ ശിവപരമാത്മാവുമായി മാനസികമായി സംയുക്തമായിരുന്ന് ശാന്തിയുടെ കിരണങ്ങൾ വിശ്വമാകെ പ്രസരിപ്പിക്കുമ്പോൾ വിശ്വം മുഴുവനും പരമാത്മാ ശാന്തിയുടെ പ്രഭാവത്താൽ ശാന്തിയാകുന്ന ഗുണത്താൽ സമൃദ്ധമാകുന്നു.